ഗുരുവായൂരപ്പൻ ശരണം. വെളുപ്പിന് 3 മണിക്ക് ക്ഷേത്രമണികൾ മുഴങ്ങുന്നു. പൊന്നുണ്ണിക്കണ്ണൻ്റെ ശ്രീകോവിലകം നട തുറന്നു. തുളസിയുടെയും കളഭത്തിൻ്റെയും നെയ്യുടെയും വാസന പരക്കുന്ന അന്തരീക്ഷത്തിൽ ഒഴുകിയെത്തുന്ന ശംഖുലിനാഥവും. എല്ലാ ഭക്തരും കൂപ്പുകൈകളോടെ ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. പലരും കാര്യസാധ്യങ്ങൾക്കായി പല വഴിപാടുകൾ നടത്തുന്നു. തുലാഭാരം, കൃഷ്ണനാട്ടം, സ്വർണവും വെള്ളിയും, അങ്ങനെ പലതും. പക്ഷേ നമ്മുടെയെല്ലാം ദൈവമായ ഭഗവാന് ഇതൊന്നുമല്ല വേണ്ടത്. നമ്മുടെ മനസ്സിൽ നിന്ന് ഭക്തിയോടെ ഭഗവാനെ എന്നൊരു വിളിയെ ആവശ്യമുള്ളൂ. കരുണാമയനായ അവൻ നമ്മളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കും. ഇനി ഒരു കഥ പറയാം. ആരും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ്. ഗുരുവായൂരിൻ്റെ ഒരു ഉൾഗ്രാമത്ത് നടന്നതാണിത്. ഒരു നൂറ്റാണ്ടിനും അപ്പുറത്ത് ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന കാലം. അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഒരരികിൽ നിന്ന് ഭഗവാനെ തൊഴുതിട്ട് പോകാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മാരുതി എന്ന പെൺകുട്ടിയുടെ കഥ. അവൾ എന്നും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര കവാടത്തിൽ വന്നു നിന്ന് ഭഗവാനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ സവർണരായിട്ടുള്ളവർ ഭഗവാന് ഓരോ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്നത് അവൾ കാണാറുണ്ടായിരുന്നു. മഞ്ഞപ്പട്ട്, ഉടയാടകൾ, സ്വർണം, വെള്ളി, അങ്ങനെ പലതും. ഇത് കാണുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സിൽ ഒരാഗ്രഹം മുളയെടുത്തു. തനിക്കും ഇതുപോലൊരു മഞ്ഞപ്പെട്ട് തൻ്റെ പൊന്നുണ്ണിക്കണ്ണന് സമർപ്പിക്കണമെന്ന്. പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ലല്ലോ. അന്നന്നിടത്തോളം കഴിയുന്നത് തന്നെ വളരെ കഷ്ടിയായിട്ടാണ്. ഓരോ ദിവസം കടന്നു പോകുന്തോറും മാരുതിയിൽ ഗുരുവായൂരപ്പന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കണമെന്ന ആഗ്രഹം കൂടി വന്നു. അങ്ങനെ അവൾ ഒരു തീരുമാനത്തിലെത്തി. തനിക്ക് കിട്ടുന്ന ചില്ലറ വരുമാനത്തിൽ നിന്ന് ചേർത്ത് വെച്ച് മഞ്ഞപ്പെട്ട് വാങ്ങിക്കാമെന്ന്. ഒരു മൺകുടത്തിൽ അവൾ നിത്യവും കിട്ടുന്ന നാണയത്തുട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ തുടങ്ങി. അവൾ ദിവസവും വന്നു ഗുരുവായൂരപ്പനെ തൊഴുതും പോന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവളിൽ യൗവനം വന്നു. ഭക്ഷണം കഴിക്കാതെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു. ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മൺകുടം നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവൾ അത് കൊണ്ടുപോയി കൊടുത്ത് നല്ല ഭംഗിയുള്ള കസവെല്ലാം തുങ്ങിയ ഒരു മഞ്ഞു പട്ടുടയാട വാങ്ങി. അവൾ കുളിച്ച് തനിക്കുണ്ടായിരുന്ന കീറിയ പഴയ വസ്ത്രങ്ങളുമിട്ട് പട്ടുടയാട നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിലെത്തി. അവൾക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നോക്കി നിൽക്കെ ഒരു പൂജാരി വന്നു. അവൾ തൻ്റെ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷേ ആ പൂജാരി വളരെ ക്രൂരമായിട്ട് അവരോട് പെരുമാറി. നിന്നെപ്പോലൊരു താഴ്ന്ന ജാതിക്കാരി സമർപ്പിക്കുന്ന ഉടയാടയൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഉടയാട വാങ്ങി ചെളിയിൽ എറിഞ്ഞു കളഞ്ഞു. അതിൽ മണ്ണും ചെളിയും പറ്റിപ്പിടിച്ചു. മാരുതി വളരെ വിഷമത്തോടെ കരഞ്ഞ് അവിടെയിരുന്നു. ഈ സമയം ശ്രീലകത്ത് ഉണ്ണിക്കണ്ണനെ അലങ്കാരങ്ങൾ അണിയിക്കുകയാണ് മേൽശാന്തി. ഏതോ പ്രഭു നൽകിയ വില കൂടിയ പട്ട് ഓരോ പ്രാവശ്യം ഉടുക്കുമ്പോഴും അഴിഞ്ഞ് താഴെ വീണു. അങ്ങനെ പട്ടുകൾ മാറി മാറി ഉടുപ്പിച്ചിട്ടും ഒന്നും അരയിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അടഞ്ഞു കിടന്ന ശ്രീകോവിലകത്ത് പെട്ടെന്ന് മാരുതിയുടെ ചെളിയും അഴുക്കും പറ്റിയ മഞ്ഞ പട്ടുടയാട കണ്ണൻ്റെ അരിയിൽ പറ്റിച്ചേർന്ന് കിടന്നു. എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാനായില്ല. ഉടനെ തന്നെ ക്ഷേത്രം തന്ത്രിയെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. തന്ത്രിക്ക് വിവരങ്ങൾ മനസ്സിലായി. അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, ആരോ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ ഭക്തയെ അപമാനിച്ചിരിക്കുന്നു. അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാപ്പപേക്ഷിച്ചാൽ മാത്രമേ ഭഗവാന്റെ കോപം ശമിക്കുകയുള്ളൂ. അങ്ങനെ പൂജാരിയും കാവൽക്കാരും മറ്റെല്ലാവരും നാനാ വഴിയിലൂടെ ആ ഭക്തയെ തിരക്കിയിറങ്ങി. ഈ സമയം ഭഗവാൻ കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോയ മാരുതിയുടെ സ്വപ്നത്തിൽ എത്തി. തൻ്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു. ഭഗവാൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഞാനിതാ നീ സമർപ്പിച്ച പട്ടാണ് ഉടുത്തിരിക്കുന്നത്. എനിക്ക് മറ്റെല്ലാവരും സമർപ്പിച്ച പട്ടുകളെക്കാളും ഞാൻ ഇതിനാണ് വില കാണുന്നത്. ഇതിൽ നിന്റെ വിയർപ്പുണ്ട്, സങ്കടമുണ്ട്, ജീവിതമുണ്ട്. അതിനേക്കാൾ ഉപരി നിന്റെ കളങ്കമില്ലാത്ത സ്നേഹമുണ്ട്. ഞാൻ നിന്റെ ഭക്തിക്ക് മുന്നിൽ തോറ്റുപോയി മാരുതി. ഭഗവാന്റെ വാക്കുകൾ കേട്ട് മാരുതിയുടെ സങ്കടമെല്ലാം ഇല്ലാതായി. അവൾ കണ്ണൻ്റെ തിരുമുൻപിൽ നമസ്കരിച്ചു. ഈ സമയം മാരുതിയെ തേടി വന്നവരെല്ലാം അവിടെ എത്തി. അവളിൽ നിന്ന് ഭഗവാന്റെ ദിവ്യപ്രഭ വമിക്കുന്നത് കണ്ടു. പട്ടുടയാട വലിച്ചെറിഞ്ഞ പൂജാരി തന്നെ ഓടിവന്ന് മാരുതിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അവിടെ കൂടിയിരുന്നവർ എല്ലാം മാരുതിയുടെ മുന്നിൽ നമസ്കരിച്ചു.
ഭക്തിയുടെ മുൻപിൽ ഐത്യത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീണു. മാരുതി പിന്നെ ഭഗവാന്റെ ഭക്തയായി ക്ഷേത്ര പരിസരത്ത് തന്നെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വലിയ തുകയുടെ വഴിപാട് നടത്തിയാൽ ഭഗവാൻ കൂടുതൽ അനുഗ്രഹിക്കുമെന്ന ധാരണ എത്രത്തോളം മണ്ടത്തരമാണല്ലേ. നമ്മൾ എന്താണ് ഭഗവാന് കൊടുക്കേണ്ടത്? ഭഗവാൻ തന്ന ഭൂമി, വെള്ളം, സമ്പത്ത് ഇതെല്ലാം വച്ച് നമ്മൾ ഭഗവാനെ വിലയ്ക്ക് വാങ്ങുവാൻ നോക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാരുതിയെപ്പോലെ ഒന്നുമില്ലായ്മയിലും എൻ്റെ കൃഷ്ണ എന്ന് മനസ്സിൽ തട്ടി വിളിച്ച് ഒരു തുളസിയില സമർപ്പിച്ചാൽ അത് മാത്രമേ ഭഗവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഉണ്ണി, കണ്ണാ എന്നൊരു വിളി കേൾക്കാൻ ആ ഭഗവാൻ എപ്പോഴും അവിടെ കാത്തു തന്നെ ഉണ്ടാവും. ഈ കഥ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റം വന്നുവെങ്കിൽ, കണ്ണിൽ അല്പമെങ്കിലും നനവ് പടർന്നെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ.